So, parts of a dumpy level telescope. It consists of a telescope mounted upon a level bar. So, ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിൻ ആണ് പാർട്ടാണ് ലെവൽ ബാർ. ഓക്കെ, ഈ ലെവൽ ബാറുമായിട്ട് റിജിഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്, റിജിഡ്ലി ഫാസ്റ്റഡ് ടു ദ സ്പിൻഡിൽ. അപ്പൊ ഈ ലെവൽ ബാറും ഈ താഴെ കാണുന്ന ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു മെറ്റൽ പീസ്, അതിനെയാണ് സ്പിൻഡിൽ എന്ന് പറയുക. അപ്പൊ ഈ സ്പിൻഡിലും ലെവൽ ബാറും വളരെ ഫേം ആയിട്ട് എന്താണ് വെൽഡ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇൻസൈഡ് ദ ട്യൂബ് ഓഫ് ദ ടെലിസ്കോപ്പ് നമുക്ക് കാണാം ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഐ പീസ് ഉണ്ട്. അപ്പൊ ഈ കാണുന്ന ഔട്ടർ വലിയ വലിയ സർക്കിൾ അല്ലെങ്കിൽ വലിയ ഡയമീറ്റർ ഉള്ളതാണ് ഒബ്ജക്റ്റീവ് അല്ലെ. ഈ ചെറിയ ഇപ്പുറത്തെ സൈഡിലതാണ് ഐ പീസ്. ഓക്കെ, ഇനി ഡയഫ്രം ഇസ് ഫിറ്റഡ് വിത്ത് ക്രോസ് ഹെയർസ് ദാറ്റ് ഇസ് പ്രസന്റ് നിയർ ദി ഐ പീസ് എൻഡ്. ഈ ഐ പീസിനോട് അടുത്ത് ഇവിടെയായിട്ട് ഈ കാണുന്നതിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയഫ്രത്തിന്റെ ഉള്ളിലാണ് ക്രോസ് ഹെയർസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ദർ ഇസ് എ ഫോക്കസിംഗ് സ്ക്രൂ ദാറ്റ് ഇസ് അറ്റാച്ച് ടു ദ ടെലിസ്കോപ്പ്. ഈ ടെലിസ്കോപ്പിന്റെ അപ്പുറത്തെ വശത്തായിട്ട് ഈ വൈറ്റ് കളറിൽ കാണുന്ന അതാണ് നമ്മുടെ ഫോക്കസിംഗ് സ്ക്രൂ. ഇനി ഈ കാണുന്നത് ഒരു ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ബബിൾ ട്യൂബ് ആണ്. സോ ദിസ് ലെവൽ ട്യൂബ് ഓർ ബബിൾ ട്യൂബ് ഇറ്റ് ഈസ് ഓൾസോ അറ്റാച്ച് ടു ദ ടെലിസ്കോപ്പ്. ഓക്കെ, ആൻഡ് ദെൻ ദർ ഇസ് എ സ്പിൻഡിൽ. ഈ കാണുന്ന സ്പിൻഡിൽ ഇതൊരു കോൺ ഷേപ്ഡ് ആണ്. അത് ലെവലിംഗ് ഹെഡിന്റെ ഉള്ളിലേക്ക്, അതായത് ടെലിസ്കോപ്പിനെയും ഈ ലെവലിംഗ് ഹെഡിനെയും തമ്മിൽ കണക്ട് ചെയ്ത് പോവാണ്. ഓക്കെ, ഇനി ലെവലിംഗ് ഹെഡ് കാണുമ്പോൾ ഇതാണ് ഈ പോർഷൻ, ഇത്രയാണ് ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. അതിൽ മുകളിലത്തെ ആ ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ട്രൈ ബ്രാക്ക്, ആൻഡ് താഴെ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ട്രിവെറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 3 ഫുഡ് സ്ക്രൂസ് അല്ലെങ്കിൽ ലെവലിംഗ് സ്ക്രൂ ഉണ്ട്. ട്രിവെറ്റ് ആണ് നമ്മുടെ ഈ ട്രിവെറ്റ് പ്ലേറ്റിൽ ഹോൾ ഉണ്ട്. ആ ഒരു പ്ലേറ്റ് ആണ് നമ്മുടെ ട്രൈപോഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാർട്സ്, അടുത്ത ഒരു ടൈപ്പ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് വൈ ലെവൽ. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട ഫിഗറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കണ്ട ഒരു വൈ ഷേപ്പിലുള്ള 2 ഫ്രെയിം ഉണ്ട്. ഒരെണ്ണം ഈ കാണുന്ന ഫ്രെയിം, ഇതിനൊരു വൈ, അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ ഇങ്ങനെ നമുക്കൊരു വൈ ഷേപ്പ് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇവിടെയും നമുക്കൊരു വൈ ഷേപ്പ്, ഇതൊരു വൈയുടെ വെർട്ടിക്കൽ ആയിട്ടുള്ള പോർഷൻ, ഇത് 2 വി പോലെ വരുന്ന ഭാഗം. ഓക്കെ, അപ്പൊ ഇതിനുള്ളിലേക്കാണ് നമ്മൾ ടെലിസ്കോപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, റിലീസിങ് ക്ലാമ്പ് ഉണ്ട്. അത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെലിസ്കോപ്പിനെ ഈ 2 വൈ സപ്പോർട്ടിന് ഇപ്പൊ ടൈറ്റ് ആയിട്ടായിരിക്കുന്നത് അല്ലെ, അതിനെ ലൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 2 വൈയുടെ ആ വി പോലത്തെ പോർഷനെ നമുക്കൊന്ന് എൻലാർജ് ചെയ്യാം, ഓപ്പൺ അപ്പ് ചെയ്തിട്ട് ടെലിസ്കോപ്പിന് അതിൽ നിന്ന് പുറത്തോട്ട് ഇറക്കാൻ, റിമൂവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ടെലിസ്കോപ്പിന് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, വേറെ ഡംബി ലെവലിന്റെ പ്രത്യേകത എന്തായിരുന്നു, അത് റിജിഡ് ആയിട്ടായിരുന്നു ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ടെലിസ്കോപ്പിനെ ഇളക്കി മാറ്റാനൊന്നും പറ്റില്ല, അത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് കൂക്സ് റിവേഴ്സിബിൾ ലെവൽ. ഓക്കെ, അപ്പം ഇത് എന്ന് പറയുന്നത് ഡംപി ലെവലിന്റെയും വൈ ലെവലിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ the telescope can be reversed without the rotation of the instrument. Okay, സോ ഇവിടെ നമുക്ക് ടെലിസ്കോപ്പിനെ റിവേഴ്സ് ചെയ്യാം വിത്തൗട്ട് റൊട്ടേറ്റിംഗ് ദ ഇൻസ്ട്രുമെന്റ് മാറ്റാതെ ടെലിസ്കോപ്പിനെ മാത്രം നമുക്ക് ഒബ്ജക്റ്റീവ്, ഇപ്പോൾ ഈ സൈഡിലാണ് ഒബ്ജക്റ്റീവ്, ഈ സൈഡിൽ ഐ പീസ് ആണ്, അതിനെ മാറ്റി ഈ സൈഡിലെ ഐ പീസും ഈ സൈഡിലെ ഒബ്ജക്റ്റീവും ആക്കി മാറ്റാൻ പറ്റും. അതാണ് റിവേഴ്സിബിൾ എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ലെവലിന്റെ യൂസ്. ഇനി ടിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇതുവരെ കണ്ട എല്ലാ ടൈപ്പ് ഓഫ് ലെവലിലും നമുക്ക് റൊട്ടേഷൻ അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. അല്ലാതെ ടെലിസ്കോപ്പിനെ കുറച്ചൊരു ചെറിയൊരു ഡിഗ്രിയിൽ മുകളിലോട്ട്, അതായത് ഒരു വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മൂവ്മെന്റ് പോസിബിൾ അല്ലായിരുന്നു. പക്ഷേ ടിൽറ്റിംഗ് ലെവലിൽ നമുക്ക് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ടെലിസ്കോപ്പ് വിച്ച് ഈസ് എനേബിൾ ഫോർ ഹൊറിസോണ്ടൽ റൊട്ടേഷൻ ഇസ് പോസിബിൾ ആൻഡ് ഓൾസോ റൊട്ടേഷൻ അബൌട്ട് 4 ഡിഗ്രി. ചെറിയൊരു മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലും ചെറുതായിട്ട് നമുക്ക് ടെലിസ്കോപ്പ് വെർട്ടിക്കൽ പ്ലെയിനിൽ ഒരു 4 ഡിഗ്രീസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ടിൽറ്റിംഗ് ലെവലിൽ ബബിൾ സെന്റർ ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഓക്കെ, സെന്ററിങ് ഓഫ് ദ ബബിൾ ക്യാൻ ബി ഈസിലി ഡൺ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലെവൽ. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ലെവൽ. അപ്പോൾ ഈ ഓട്ടോ ലെവലാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ലെവൽ ഉണ്ട്. അത് വെച്ച് ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഹൊറിസോണ്ടൽ സൈറ്റ് ലൈൻ ഓഫ് സൈറ്റ് ഓൺ ഇറ്റ്സ് ഓൺ. അപ്പൊ നമ്മളായിട്ട് ലെവലിംഗ് ചെയ്യേണ്ട, ഇറ്റ് ഹാസ് ദാറ്റ് എബിലിറ്റി ടു ഡു ലെവലിംഗ് ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ സെൽഫ് ലെവലിംഗ് ടൈപ്പ് എന്നും ഇതിന് പറയും. സോ ഇറ്റ് ഗെറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ലെവൽഡ് ബൈ മീൻസ് ഓഫ് എ
circular spirit level, and it maintains the horizontal line of sight on its own. Okay, as the name indicates, automatically level ആവുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഓട്ടോ ലെവൽ എന്ന് പറയും. നെക്സ്റ്റ് ഇസ് ദ ഡിജിറ്റൽ ലെവൽ. നമ്മൾ ബാർകോഡ് റീഡ് ചെയ്യുന്ന, നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവർ ഓരോ പ്രോഡക്റ്റിന്റെയും ഒരു ബാർകോഡ് കാണും അല്ലേ, നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അവർ ബില്ല് ചെയ്യുന്ന സമയത്ത് ഒരു ബാർകോഡ് റീഡർ വെച്ചിട്ട് ആ ബാർകോഡാണ് സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ സിസ്റ്റത്തിൽ അത് ഏത് പ്രോഡക്റ്റ് ആണ്, അതിന്റെ റേറ്റ് എത്രയാണെന്നുള്ളതെല്ലാം തെളിഞ്ഞു വരും. അങ്ങനെയാണ് അവർ ബില്ല് ചെയ്യുന്നത് അല്ലേ. അതേപോലെ ഇവിടെ സാധാരണ ലെവലിംഗ് സ്റ്റാഫിന് പകരം ഒരു ബാർകോഡഡ് റോഡാണ് ഉള്ളത്. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റിനകത്ത് ഒരു ചാർജ്ഡ് കപ്പിൾ ഡിവൈസ് ഉണ്ട്. അതായത് നമ്മൾ മറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ക്രോസ് ഹെയർ ഡയഫ്രത്തിലുള്ളത് പോലെ ഇവിടെ ഒരു CCD ചാർജ്ഡ് കപ്പിൾഡ് ഡിവൈസ് ആണ് ആ ഡയഫ്രത്തിന്റെ പ്ലെയിനിലുള്ളത്. അതിന്റെ പ്രത്യേകത, ഈ ബാർകോഡഡ് റോഡിലോട്ട് നോക്കിയിട്ട് നമ്മളത് മെഷർ ചെയ്യുന്ന സമയത്ത് ആ റോഡിലുള്ള ഓരോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള റീഡിങ്സ് ഉണ്ട്. അതിന്റെ തിക്നെസ്സിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഈ റോഡ് നോക്കിയാൽ അറിയാം, ഇതിന്റെയൊക്കെ തിക്നെസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ തിക്നെസ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓരോ വാല്യൂ ആണ്. അപ്പോൾ അത് റീഡ് ചെയ്തിട്ട് എത്രയാണ് ആ സ്റ്റാഫിൽ വരുന്ന റീഡിംഗ് എന്നും, അത് മാത്രമല്ല ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എത്രയാണ് ഇൻസ്ട്രുമെന്റ് നിൽക്കുന്നിടം തൊട്ട് ഈ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിരിക്കുന്ന സ്റ്റേഷൻ വരെയുള്ള ഡിസ്റ്റൻസും ഇതിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ദെൻ ദർ ഇസ് എ ഡേറ്റ കളക്ടർ റോഡ്. ദാറ്റ് ഇസ് ഡേറ്റ കളക്ടർ എന്ത് ചെയ്യുന്നു, ഈ റീഡിങ്സ് ക്യാപ്ചർ ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ കൂടെ നമുക്ക് സാധാരണ ലെവലിംഗ് സ്റ്റാഫിനെക്കാളും ബാർകോഡഡ് റോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാർകോഡഡ് റോഡിൽ ദ സ്പേസിംഗ് ആൻഡ് വിഡ്ത്ത് ഓഫ് ബാർസ് ഡിനോട്ട്സ് ദ കോഡ്. ഓക്കെ, ഇപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ മാനുവലി റീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒക്കെ വരാം. ഇപ്പൊ 0.005 മീറ്റർ ആണ് ഒരു സാധാരണ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സാധാരണ ഒരു എന്താണ് ലെവലിംഗ് സ്റ്റാഫിന്റെ സെൽഫ് റീഡിംഗ് ടൈപ്പ് ലെവലിംഗ് സ്റ്റാഫിന്റെ ഒരു ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1.5005 അങ്ങനെയൊക്കെ നമുക്ക് റീഡിങ് മാനുവലി നമ്മൾ കൗണ്ട് ചെയ്ത് വരുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ ബാർകോഡഡ് അല്ലെങ്കിൽ ഈ തരം ഡിജിറ്റൽ ലെവലില് അങ്ങനെ ഒരു എറർ ഉണ്ടാവില്ല. കാരണം ഈ CCD വെച്ചിട്ട് അത് ബാർകോഡ് ക്യാപ്ചർ ചെയ്തിട്ടാണ് റീഡിങ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് റീഡിങ് എഴുതിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ ഒക്കെയുള്ള അല്ലെങ്കിൽ വായിക്കുമ്പോഴോ ഒക്കെയുള്ള എറർ ഈ ഒരു ഇൻസ്ട്രുമെന്റ് കേസിൽ ഉണ്ടാവില്ല. രണ്ടാമത് അതുകൊണ്ട് തന്നെ അക്യുറസി കൂടുതലാണ്, മാത്രമല്ല സ്പീഡ് കൂടുതലാണ്. ജസ്റ്റ് അത് സ്കാൻ ചെയ്യുന്ന ആ ഒരു ടൈമേ എടുക്കുകയുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇനി ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്, കുറച്ച് ടേംസ് ആണ്. ഇപ്പൊ ടെലസ്കോപ്പിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് ഏതെങ്കിലും 2 ടേം തന്നിട്ട് ഡിഫൈൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 3 ടേം തന്നിട്ട് ഓരോന്നും ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അപ്പൊ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് ഇസ് എ ലൈൻ ജോയിനിങ് ദ ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്റ്റീവ് അല്ലെ. ഈ വലിയ ഡയമീറ്റർ ഉള്ള ഭാഗമാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവിന്റെ ഒപ്റ്റിക്കൽ സെന്റർ ഈ ഒരു ചുമന്ന ഡോട്ടിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം തൊട്ട് ഐപീസിന്റെ സെന്റർ. ഓക്കെ, ഇതാണ് ഐപീസിന്റെ സെന്റർ. അപ്പൊ ഈ 2 റെഡ് ഡോട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. സോ ഇറ്റ് ഇസ് എ ലൈൻ ജോയിനിങ് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്റ്റീവ് ടു ദ സെന്റർ ഓഫ് ദി ഐപീസ്. ഇനി കമ്പണന്റ് പാർട്സ് ഓഫ് എ ലെവൽ. ഒരു ലെവലിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട്? ടെലസ്കോപ്പ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഡയഫ്രം ഉണ്ട്, ഡയഫ്രമിനകത്താണ് ഈ പ്രോസസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഐപീസ് ഉണ്ട്, ദാറ്റ് ഇസ് ഇറ്റ് മാഗ്നിഫൈസ് ദ ഇമേജ് ഫോംഡ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദി ഡയഫ്രം. ആ മാഗ്നിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വളരെ ദൂരെയുള്ള സ്റ്റാഫ് റീഡിങ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ലെവൽ ട്യൂബ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ബബിൾ ട്യൂബ് അല്ലെ. അപ്പൊ ഈ ബബിൾ ട്യൂബിന്റെ പർപ്പസ് എന്താണ്? ടു മേക്ക് ദ ആക്സിസ് ഓഫ് ദ ടെലസ്കോപ്പ് ഹൊറിസോണ്ടൽ ആൻഡ് ടു മേക്ക് ദ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ടെലസ്കോപ്പിന്റെ ആക്സിസ്, അതായത് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് തൊട്ട് സെന്റർ ഓഫ് ഐപീസ് വരെയുള്ള ആ ഒരു ലൈനിനെ ഹൊറിസോണ്ടൽ ആക്കാനാണ് ഈ ലെവൽ ട്യൂബ് എന്നുള്ള ഒരു പാർട്ട്. പിന്നെ ലെവലിംഗ് സ്ക്രൂസ് നമ്മൾ നേരത്തെ കണ്ടു. 3 ഫുഡ് സ്ക്രൂസ് അല്ലെങ്കിൽ 3 ലെവലിംഗ് സ്ക്രൂസ് ഉണ്ട്. പിന്നെ ഒരു ട്രൈപോഡ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പാർട്സ് ഓഫ് എ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, so parts of a dumpy level telescope. It consists of a telescope mounted upon a level bar. So ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിൻ ആണ് പാർട്ട് ആണ് ലെവൽ ബാർ. ഓക്കെ, ഈ ലെവൽ ബാറുമായിട്ട് റിജിഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്, റിജിഡ്ലി ഫാസ്റ്റഡ് ടു ദ സ്പേഞ്ചിൽ. അപ്പൊ ഈ ലെവൽ ബാറും ഈ താഴെ കാണുന്ന
ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു മെറ്റൽ പീസ്, അതിനെയാണ് സ്പിൻഡിൽ എന്ന് പറയുക. അപ്പൊ ഈ സ്പിൻഡിലും ലെവൽ ബാറും വളരെ ഫേം ആയിട്ട് ഇപ്പോൾ എന്താണ് വെൽഡ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇൻസൈഡ് ദ ട്യൂബ് ഓഫ് ദ ടെലിസ്കോപ്പ് നമുക്ക് കാണാം ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഐ പീസ് ഉണ്ട്. അപ്പൊ ഈ കാണുന്ന ഔട്ടർ വലിയ വലിയ സർക്കിൾ അല്ലെങ്കിൽ വലിയ ഡയമീറ്റർ ഉള്ളതാണ് ഒബ്ജക്റ്റീവ് അല്ലെ. ഈ ചെറിയ ഇപ്പുറത്തെ സൈഡിലതാണ് ഐ പീസ്. ഓക്കെ, ഇനി ഡയഫ്രം ഇസ് ഫിറ്റഡ് വിത്ത് ക്രോസ് ഹെയർസ് ദാറ്റ് ഇസ് പ്രസന്റ് നിയർ ദി ഐ പീസ് എൻഡ്. ഈ ഐ പീസിനോട് അടുത്ത് ഇവിടെയായിട്ട് ഈ കാണുന്നതിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയഫ്രത്തിന്റെ ഉള്ളിലാണ് ക്രോസ് ഹെയർസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ദർ ഇസ് എ ഫോക്കസിംഗ് സ്ക്രൂ ദാറ്റ് ഇസ് അറ്റാച്ച്ഡ് വിത്ത് ദ ടെലിസ്കോപ്പ്. ഈ ടെലിസ്കോപ്പിന്റെ അപ്പുറത്തെ വശത്തായിട്ട് ഈ വൈറ്റ് കളറിൽ കാണുന്ന അതാണ് നമ്മുടെ ഫോക്കസിംഗ് സ്ക്രൂ. ഇനി ഈ കാണുന്നത് ഒരു ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ബബിൾ ട്യൂബ് ആണ്. സോ ദിസ് ലെവൽ ട്യൂബ് ഓർ ബബിൾ ട്യൂബ് ഇറ്റ് ഈസ് ഓൾസോ അറ്റാച്ച്ഡ് ടു ദ ടെലിസ്കോപ്പ്. ഓക്കെ, ആൻഡ് ദെൻ ദർ ഇസ് എ സ്പിൻഡിൽ. ഈ കാണുന്ന സ്പിൻഡിൽ ഇതൊരു കോൺ ഷേപ്ഡ് ആണ്. അത് ലെവലിംഗ് ഹെഡിന്റെ ഉള്ളിലേക്ക്, അതായത് ടെലിസ്കോപ്പിനെയും ഈ ലെവലിംഗ് ഹെഡിനെയും തമ്മിൽ കണക്ട് ചെയ്ത് പോവാണ്. ഓക്കെ, ഇനി ലെവലിംഗ് ഹെഡ് കാണുമ്പോൾ ഇതാണ് ഈ പോർഷൻ, ഇത്രയാണ് ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. അതിൽ മുകളിലത്തെ ആ ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ട്രൈ ബ്രാക്ക്, ആൻഡ് താഴെ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ട്രിവെറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 3 ഫുഡ് സ്ക്രൂസ് അല്ലെങ്കിൽ ലെവലിംഗ് സ്ക്രൂ ഉണ്ട്. ട്രിവെറ്റ് ആണ് നമ്മുടെ ഈ ട്രിവെറ്റ് പ്ലേറ്റിൽ ഹോൾ ഉണ്ട്. ആ ഒരു പ്ലേറ്റ് ആണ് നമ്മുടെ ട്രൈപോഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാർട്സ്, അടുത്ത ഒരു ടൈപ്പ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് വൈ ലെവൽ. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട ഫിഗറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കണ്ട ഒരു വൈ ഷേപ്പിലുള്ള 2 ഫ്രെയിം ഉണ്ട്. ഒരെണ്ണം ഈ കാണുന്ന ഫ്രെയിം, ഇതിനൊരു വൈ, അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ ഇങ്ങനെ നമുക്കൊരു വൈ ഷേപ്പ് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇവിടെയും നമുക്കൊരു വൈ ഷേപ്പ്, ഇതൊരു വൈയുടെ വെർട്ടിക്കൽ ആയിട്ടുള്ള പോർഷൻ, ഇത് 2 വി പോലെ വരുന്ന ഭാഗം. ഓക്കെ, അപ്പൊ ഇതിനുള്ളിലേക്കാണ് നമ്മുടെ ടെലിസ്കോപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, റിലീസിംഗ് ക്ലാമ്പ് ഉണ്ട്. അത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെലിസ്കോപ്പിനെ ഈ 2 വൈ സപ്പോർട്ടിന് ഇപ്പൊ ടൈറ്റ് ആയിട്ടായിരിക്കുന്നത് അല്ലെ, അതിനെ ലൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 2 വൈയുടെ ആ വി പോലത്തെ പോർഷനെ നമുക്കൊന്ന് എൻലാർജ് ചെയ്യാം, ഓപ്പൺ അപ്പ് ചെയ്തിട്ട് ടെലിസ്കോപ്പിന് അതിൽ നിന്ന് പുറത്തോട്ട് ഇറക്കാൻ, റിമൂവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ടെലിസ്കോപ്പിന് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, വേറെ ഡംബി ലെവലിന്റെ പ്രത്യേകത എന്തായിരുന്നു, അത് റിജിഡ് ആയിട്ടായിരുന്നു ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ടെലിസ്കോപ്പിനെ ഇളക്കി മാറ്റാനൊന്നും പറ്റില്ല, അത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് കൂക്സ് റിവേഴ്സിബിൾ ലെവൽ. ഓക്കെ, അപ്പം ഇത് എന്ന് പറയുന്നത് ഡംപി ലെവലിന്റെയും വൈ ലെവലിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ the telescope can be reversed without the rotation of the instrument. Okay, സോ ഇവിടെ നമുക്ക് ടെലിസ്കോപ്പിനെ റിവേഴ്സ് ചെയ്യാം വിത്തൗട്ട് റൊട്ടേറ്റിംഗ് ദ ഇൻസ്ട്രുമെന്റ് മാറ്റാതെ ടെലിസ്കോപ്പിനെ മാത്രം നമുക്ക് ഒബ്ജക്റ്റീവ്, ഇപ്പോൾ ഈ സൈഡിലാണ് ഒബ്ജക്റ്റീവ്, ഈ സൈഡിൽ ഐ പീസ് ആണ്, അതിനെ മാറ്റി ഈ സൈഡിൽ ഐ പീസും ഈ സൈഡിൽ ഒബ്ജക്റ്റീവും ആക്കി മാറ്റാൻ പറ്റും. അതാണ് റിവേഴ്സിബിൾ എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ലെവലിന്റെ യൂസ്. ഇനി ടിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇതുവരെ കണ്ട എല്ലാ ടൈപ്പ് ഓഫ് ലെവലിലും നമുക്ക് റൊട്ടേഷൻ അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. അല്ലാതെ ടെലിസ്കോപ്പിനെ കുറച്ചൊരു ഒരു ചെറിയൊരു ഡിഗ്രിയിൽ മുകളിലോട്ട്, അതായത് ഒരു വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മൂവ്മെന്റ് പോസിബിൾ അല്ലായിരുന്നു. പക്ഷേ ടിൽറ്റിംഗ് ലെവലിൽ നമുക്ക് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ടെലിസ്കോപ്പ് വിച്ച് ഈസ് enabled for horizontal rotation is possible and also rotation about 4 degree. ചെറിയൊരു മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലും ചെറുതായിട്ട് നമുക്ക് ടെലിസ്കോപ്പ് വെർട്ടിക്കൽ പ്ലെയിനിൽ ഒരു 4 ഡിഗ്രീസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ടിൽറ്റിംഗ് ലെവലിൽ ബബിൾ സെന്റർ ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഓക്കെ, സെന്ററിങ് ഓഫ് ദ ബബിൾ ക്യാൻ ബി ഈസിലി ഡൺ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലെവൽ. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ലെവൽ. അപ്പോൾ ഈ ഓട്ടോ ലെവലാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ലെവൽ ഉണ്ട്. അത് വെച്ച് ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഹൊറിസോണ്ടൽ സൈറ്റ് ലൈൻ ഓഫ് സൈറ്റ് ഓൺ ഇറ്റ്സ് ഓൺ. അപ്പൊ നമ്മളായിട്ട് ലെവലിംഗ് ചെയ്യേണ്ട, ഇറ്റ് ഹാസ് ദാറ്റ് എബിലിറ്റി ടു ഡു ലെവലിംഗ് ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ സെൽഫ് ലെവലിംഗ് ടൈപ്പ് എന്നും ഇതിന് പറയും. സോ ഇറ്റ് ഗെറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ലെവൽഡ് ബൈ മീൻസ് ഓഫ് എ circular spirit level and it maintains the horizontal line of sight on its own. Okay, as the name indicates, automatically level ആവുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഓട്ടോ ലെവൽ എന്ന് പറയും. നെക്സ്റ്റ് ഇസ് ദ ഡിജിറ്റൽ ലെവൽ. നമ്മൾ
ബാർകോഡ് റീഡ് ചെയ്യുന്ന, നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവർ ഓരോ പ്രോഡക്റ്റിന്റെയും ഒരു ബാർകോഡ് കാണും അല്ലേ, നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അവർ ബില്ല് ചെയ്യുന്ന സമയത്ത് ഒരു ബാർകോഡ് റീഡർ വെച്ചിട്ട് ആ ബാർകോഡാണ് സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ സിസ്റ്റത്തിൽ അത് ഏത് പ്രോഡക്റ്റ് ആണ്, അതിന്റെ റേറ്റ് എത്രയാണെന്നുള്ളതെല്ലാം തെളിഞ്ഞു വരും. അങ്ങനെയാണ് അവർ ബില്ല് ചെയ്യുന്നത് അല്ലേ. അതേപോലെ ഇവിടെ സാധാരണ ലെവലിംഗ് സ്റ്റാഫിന് പകരം ഒരു ബാർകോഡഡ് റോഡാണ് ഉള്ളത്. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റിനകത്ത് ഒരു ചാർജ്ഡ് കപ്പിൾ ഡിവൈസ് ഉണ്ട്. അതായത് നമ്മൾ മറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ക്രോസ് ഹെയർ ഡയഫ്രത്തിലുള്ളത് പോലെ ഇവിടെ ഒരു CCD ചാർജ്ഡ് കപ്പിൾഡ് ഡിവൈസ് ആണ് ആ ഡയഫ്രത്തിന്റെ പ്ലെയിനിലുള്ളത്. അതിന്റെ പ്രത്യേകത, ഈ ബാർകോഡഡ് റോഡിലോട്ട് നോക്കിയിട്ട് നമ്മളത് മെഷർ ചെയ്യുന്ന സമയത്ത് ആ റോഡിലുള്ള ഓരോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള റീഡിങ്സ് ഉണ്ട്. അതിന്റെ തിക്നെസ്സിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഈ റോഡ് നോക്കിയാൽ അറിയാം, ഇതിന്റെയൊക്കെ തിക്നെസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ തിക്നെസ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓരോ വാല്യൂ ആണ്. അപ്പോൾ അത് റീഡ് ചെയ്തിട്ട് എത്രയാണ് ആ സ്റ്റാഫിൽ വരുന്ന റീഡിംഗ് എന്നും, അത് മാത്രമല്ല ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എത്രയാണ് ഇൻസ്ട്രുമെന്റ് നിൽക്കുന്നിടം തൊട്ട് ഈ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിരിക്കുന്ന സ്റ്റേഷൻ വരെയുള്ള ഡിസ്റ്റൻസും ഇതിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ദെൻ ദർ ഇസ് എ ഡേറ്റ കളക്ടർ റോഡ്. ദാറ്റ് ഇസ് ഡേറ്റ കളക്ടർ എന്ത് ചെയ്യുന്നു, ഈ റീഡിങ്സ് ക്യാപ്ചർ ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ കൂടെ നമുക്ക് സാധാരണ ലെവലിംഗ് സ്റ്റാഫിനെക്കാളും ബാർകോഡഡ് റോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാർകോഡഡ് റോഡിൽ സ്പേസിംഗ് ആൻഡ് വിഡ്ത്ത് ഓഫ് ബാർസ് ഡിനോട്ട്സ് ദ കോഡ്. ഓക്കെ, ഇപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ മാനുവലി റീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒക്കെ വരാം. ഇപ്പൊ 0.005 മീറ്റർ ആണ് ഒരു സാധാരണ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സാധാരണ ഒരു എന്താണ് ലെവലിംഗ് സ്റ്റാഫിന്റെ സെൽഫ് റീഡിംഗ് ടൈപ്പ് ലെവലിംഗ് സ്റ്റാഫിന്റെ ഒരു ലീസ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1.5005 അങ്ങനെയൊക്കെ നമുക്ക് റീഡിങ് മാനുവലി നമ്മൾ കൗണ്ട് ചെയ്ത് വരുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ ബാർകോഡഡ് അല്ലെങ്കിൽ ഈ തരം ഡിജിറ്റൽ ലെവലില് അങ്ങനെ ഒരു എറർ ഉണ്ടാവില്ല. കാരണം ഈ CCD വെച്ചിട്ട് അത് ബാർകോഡ് ക്യാപ്ചർ ചെയ്തിട്ടാണ് റീഡിങ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് റീഡിങ് എഴുതിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ ഒക്കെയുള്ള അല്ലെങ്കിൽ വായിക്കുമ്പോഴോ ഒക്കെയുള്ള എറർ ഈ ഒരു ഇൻസ്ട്രുമെന്റ് കേസിൽ ഉണ്ടാവില്ല. രണ്ടാമത് അതുകൊണ്ട് തന്നെ അക്യുറസി കൂടുതലാണ്, മാത്രമല്ല സ്പീഡ് കൂടുതലാണ്. ജസ്റ്റ് അത് സ്കാൻ ചെയ്യുന്ന ആ ഒരു ടൈമേ എടുക്കുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇനി ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്, കുറച്ച് ടേംസ് ആണ്. ഇപ്പൊ ടെലസ്കോപ്പിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് ഏതെങ്കിലും 2 ടേം തന്നിട്ട് ഡിഫൈൻ എന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ 3 ടേം തന്നിട്ട് ഓരോന്നും ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അപ്പൊ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് ഇസ് എ ലൈൻ ജോയിനിങ് ദ ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്റ്റീവ് അല്ലെ. ഈ വലിയ ഡയമീറ്റർ ഉള്ള ഭാഗമാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവിന്റെ ഒപ്റ്റിക്കൽ സെന്റർ ഈ ഒരു ചുമന്ന ഡോട്ടിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം തൊട്ട് ഐ പീസിന്റെ സെന്റർ. ഓക്കെ, ഇതാണ് ഐ പീസിന്റെ സെന്റർ. അപ്പൊ ഈ 2 റെഡ് ഡോട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. സോ ഇറ്റ് ഇസ് എ ലൈൻ ജോയിനിങ് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്റ്റീവ് ടു ദ സെന്റർ ഓഫ് ദി ഐ പീസ്. ഇനി കമ്പണന്റ് പാർട്സ് ഓഫ് എ ലെവൽ. ഒരു ലെവലിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട്? ടെലസ്കോപ്പ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഡയഫ്രം ഉണ്ട്, ഡയഫ്രമിനകത്താണ് ഈ ക്രോസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഐ പീസ് ഉണ്ട്, ദാറ്റ് ഇസ് ഇറ്റ് മാഗ്നിഫൈസ് ദ ഇമേജ് ഫോംഡ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദി ഡയഫ്രം. ആ മാഗ്നിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വളരെ ദൂരെയുള്ള സ്റ്റാഫ് റീഡിങ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ലെവൽ ട്യൂബ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ബബിൾ ട്യൂബ് അല്ലേ. അപ്പൊ ഈ ബബിൾ ട്യൂബിന്റെ പർപ്പസ് എന്താണ്? ടു മേക്ക് ദ ആക്സിസ് ഓഫ് ദ ടെലസ്കോപ്പ് ഹൊറിസോണ്ടൽ ആൻഡ് ടു മേക്ക് ദ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ടെലസ്കോപ്പിന്റെ ആക്സിസ്, അതായത് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് തൊട്ട് സെന്റർ ഓഫ് ഐ പീസ് വരെയുള്ള ആ ഒരു ലൈനിനെ ഹൊറിസോണ്ടൽ ആക്കാനാണ് ഈ ലെവൽ ട്യൂബ് എന്നുള്ള ഒരു പാർട്ട്. പിന്നെ ലെവലിംഗ് സ്ക്രൂസ് നമ്മൾ നേരത്തെ കണ്ടു. 3 ഫുഡ് സ്ക്രൂസ് അല്ലെങ്കിൽ 3 ലെവലിംഗ് സ്ക്രൂസ് ഉണ്ട്. പിന്നെ ഒരു ട്രൈപോഡ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പാർട്സ് ഓഫ് എ ലെവൽ എന്ന് പറയുന്നത്.